الحمد لله الحمد لله الذي خلق الإنسان علمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും പൂർണ്ണമായ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്തുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള പാതയെ പൂർണ്ണമായും അവലംബിച്ചുകൊണ്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പൊതുവെ ആയുധ പ്രയോഗത്തോട് തീരെ താല്പര്യം കാണിച്ചിട്ടില്ലാത്ത, പലപ്പോഴും അതിനെ വിലക്കിയിട്ടുള്ള ഒരു പ്രവാചകനായിട്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ബിബ്ലിക്കൽ കഥകളിൽ നിന്നും സുവിശേഷങ്ങളിൽ നിന്നുമുള്ള ഒരു ഇമേജാണ്. അതിന് വിരുദ്ധമായിട്ടൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല താൻ. അതേസമയം ഒരു സന്ദർഭത്തിൽ, നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് നിൽക്കുന്നത്, ക്രിസ്മസ് ഈസാ നബിയുടെ ജന്മദിനമാണ് എന്ന് ലോകത്ത് ബഹുഭൂരിഭാഗം ക്രൈസ്തവർ വിശ്വസിക്കുന്നുണ്ട്. ചരിത്രപരമായിട്ട് അതിന് സാധുതയൊന്നുമില്ല. അതേസമയം ഇത്തരം ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ മുസ്ലിങ്ങൾക്കാണ് വലിയൊരു ഭാരം ഉണ്ടാവാറുള്ളത്. ഈ ആഘോഷങ്ങളിൽ ആശംസ അർപ്പിക്കുക എന്നത് ഒരു കർമ്മശാസ്ത്ര ഫിഖ്ഹി വിഷയമാണ് എന്ന് സമ്മതിക്കാം. പക്ഷെ അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇട്ട് പൊതുവെ പോളറൈസേഷൻ രാഷ്ട്രീയം മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് പറ്റില്ലെങ്കിൽ അത് പറ്റില്ല, അത്രേ ഉള്ളൂ. അവർക്കത് സ്വകാര്യമായ ഇടങ്ങളിലൊക്കെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. അതിനൊന്നും ആരും എതിരൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷങ്ങളിൽ ആശംസ അർപ്പിക്കുക, അത്തരം സന്ദർഭങ്ങൾ സൗഹൃദം വളർത്തുന്നതിനുള്ള ഉപാധികളാക്കി മാറ്റുക എന്നുള്ളതൊക്കെ സമൂഹത്തോട് നമുക്കുള്ള ബാധ്യതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പക്ഷെ ആഘോഷത്തിലും ആചാരത്തിലൊന്നും പങ്കുചേർന്നുകൊണ്ടല്ല, അങ്ങനെ പങ്കുചേരാറുമില്ല. അത് ആനുഷംഗികമായി പറഞ്ഞു എന്നേ ഉള്ളൂ.
എന്തായിരുന്നാലും ഈ ഈസാ നബി അലൈഹി സ്വലാം ആയുധമുയർത്തിയതായിട്ട് ബൈബിളിൽ ഒരു പരാമർശമുണ്ട്. അത് യെരുശലേം പള്ളിയിലെ കച്ചവടക്കാരെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള കൂടിയിരുന്ന വണിക്കുകളെ. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതാണ്. അത് പറഞ്ഞ് ക്യാപിറ്റലിസത്തിന്റെ ഖുറാനിക് ആർക്കിടൈപ്പുകളെ സംബന്ധിച്ച് പറഞ്ഞ് നമ്മളിപ്പോൾ മദിയൻ സമൂഹത്തിലാണ് എത്തി നിൽക്കുന്നത്. അവിടെ ഈ മാർക്കറ്റ് കറപ്ഷനുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് അവരുടെ ചരിത്രത്തിലൂടെ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇത് എത്രത്തോളം മാർക്കറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന ഇത്തരം വ്യതിയാനങ്ങളും അത്യാചാരങ്ങളും ജീവിതത്തെ ബാധിക്കുന്നതാണ് എന്നതിന് ഉദാഹരണമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ചില കഥാപാത്രങ്ങളെയൊക്കെ അനുസ്മരിച്ചത്. നമ്മൾ പറഞ്ഞതിൽ ഷൈലോക്ക്, മെർച്ചന്റ് ഓഫ് വെനീസിലെ ഷൈലോക്ക്, അയാളുടെ ഒരു സ്വഭാവമായിട്ട് പറഞ്ഞത് കോൺട്രാക്ട് വിത്തൗട്ട് ഹ്യൂമാനിറ്റി. അയാളുടെ കോൺട്രാക്റ്റിൽ ജീവിക്കുന്നയാളാണ്. മാനുഷികമായിട്ടുള്ള പരിഗണന എന്ന് പറയുന്നത് ഒന്നില്ല. കോൺട്രാക്ട് നിയമവിധേയമാണ്, അതിനൊരു ലീഗാലിറ്റി ഉണ്ട്. അതേസമയം നമ്മുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ നിയമവും നീതിയും ഏറ്റുമുട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ തന്നെ, ദൈവിക നിയമം നടപ്പിലാക്കിയിട്ടുള്ള പ്രവാചകൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോ മുന്നോട്ട് വെക്കുന്ന തെളിവുകളുടെ ആധാരത്തിൽ തെറ്റായ നിഗമനത്തിൽ ഞാൻ എത്തിയേക്കാം. തെറ്റായ നിഗമനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അവകാശം ലംഘിക്കപ്പെടുക എന്നുള്ളത് അതിന്റെ അർത്ഥം. പക്ഷെ അത് ചെയ്യിക്കരുത്. അതുകൊണ്ട് വ്യവഹാരങ്ങളിൽ അങ്ങേയറ്റ സൂക്ഷ്മത പുലർത്തണമെന്നാണ്. അപ്പൊ കോൺട്രാക്ട് വിത്തൗട്ട് ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ അത്ര സൂക്ഷ്മതകളല്ല ഉള്ളത്. മാത്രവുമല്ല, അവിടെ ആ കഥയിൽ ഒരു റാത്തൽ മാംസം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മെറ്റഫറായി മാറുന്നത് എന്നതിനെ സംബന്ധിച്ചും സൂചിപ്പിച്ചിരുന്നു. മറ്റൊരു കഥാപാത്രത്തെ നമ്മൾ അനുസ്മരിച്ചത് സ്ക്രൂജ്, എബനേസർ സ്ക്രൂജ്, ക്രിസ്മസ് കരോൾ എന്ന ഡിക്കൻസിന്റെ നോവലിൽ. അയാളുടെ ഒരു പ്രകൃതമായിട്ട് നമ്മൾ പറഞ്ഞത് വെൽത്ത് വിത്തൗട്ട് സോഷ്യൽ മെമ്മറി. എങ്ങനെ അയാൾ കടന്നു വന്നു, എങ്ങനെ അയാൾ സമ്പാദിച്ചു എന്നതൊന്നും അയാളുടെ വിഷയമല്ല. മാത്രവുമല്ല, അയാൾക്ക് ദരിദ്രരോട് അങ്ങേയറ്റം പുച്ഛമാണ്. അയാൾ സമ്പത്തിനെ മാത്രം സ്നേഹിക്കുന്നു, മനുഷ്യരെ മറന്നുകളയുകയും ചെയ്തു. മൂന്നാമതൊരു ക്യാരക്ടർ പറഞ്ഞത് ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ദസ്തയേവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റിൽ അല്യോന ഇവാനോവിനെ കാണും. അവരും ഏതാണ്ട് മണി വിത്തൗട്ട് മോറൽ വെയിറ്റ്, ധാർമ്മികമായിട്ടുള്ള യാതൊരു ബാധ്യതയും ഇല്ലാത്ത സമ്പാദ്യം എന്ന ഒരു സമ്പ്രദായത്തിന്റെ, ഒരു സിസ്റ്റത്തിന്റെ ഇരയാണ് യഥാർത്ഥത്തിൽ അവർ എന്ന നിലക്കാണ് അവരെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവരൊക്കെയും ദരിദ്രരെ, ഇല്ലാത്തവരെ സമൂഹത്തിന് മേലുള്ള അനാവശ്യ ബാധ്യതകളായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന് കാണാം. ആകെ ടോട്ടൽ മൊത്തം ഇവരുടെ ജീവിതങ്ങളെ പരിശോധിച്ചാൽ സമ്പത്താണ് വെർച്യു, സദ്ഗുണം എന്ന് പറയുന്നത് സമ്പത്താണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സിന്നാണ്. അവനവന്റെ തിന്മയാണ്, അവനവന്റെ തിന്മയിൽ നിന്നാണ് അവന് ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്ന ഒരു കൺക്ലൂഷനിൽ അവരെത്തുന്നതാണ്. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് റാഷണാലിറ്റി. ജീവിക്കാൻ കൊള്ളാത്തവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. അവിടെ ഇങ്ങനെ ആ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു സാമൂഹികവും മനഃശാസ്ത്രവുമായിട്ടുള്ള ഒരു പശ്ചാത്തലം വിശദീകരിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ പൊതുവായിട്ട് കാണുമ്പോൾ സാമൂഹിക സാഹചര്യങ്ങളെ മറന്നുകൊണ്ടാണ് ക്യാപിറ്റലിസം നിലനിൽക്കുന്നത്. സാമൂഹിക സാഹചര്യങ്ങളെ മറന്നുകൊണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇന്ദി, വീണ്ടും ആവർത്തിക്കണം ആ വാക്ക്, എന്റെ അറിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചു. അവിടെ നിരാകരിക്കപ്പെടുന്നത് കൂട്ടായ്മ, അധ്വാനം എന്നീ രണ്ട് വലിയ സംഗതികളാണ്. അതാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. ഉത്പാദനത്തിലും അതുവഴി നാഗരികതയുടെ നിർമ്മിതിയിലും ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള പങ്ക് മനുഷ്യാധ്വാനമാണ് എന്ന് നമ്മൾ കാണുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ രൂപത്തിൽ ഉണ്ടായി വന്നത് തന്നെ. അതാണ് മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചത് എന്നുള്ളത് എംഗൽസിന്റെ ഡയലക്ടിക്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്. പാർട്ട് പ്ലേഡ് ബൈ ലേബർ ഇൻ ദ ട്രാൻസിഷൻ ഫ്രം എയ്പ് ടു മാൻ. ഈ ട്രാൻസിഷൻ ഫ്രം എയ്പ് ടു മാൻ എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ട് ഒരു പരിണാമ സിദ്ധാന്തത്തെ സൂചിപ്പിക്കുന്ന വിധത്തിലല്ല അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. മറിച്ച് എങ്ങനെയാണ് മനുഷ്യ സമാനമായിട്ടുള്ള കുരങ്ങുകളുടെ പ്രത്യേകത അതാണ്, പ്രത്യേകിച്ച് എയ്പ്പുകളുടെ. വാനര എന്നാണ് സംസ്കൃതത്തിൽ വാനരെന്ന് പറയുമ്പോൾ വാ നര, ഇത് നരൻ തന്നെയാണോ എന്നാണ് അതിന്റെ അർത്ഥം എന്ന്
ആ വാക്കിനെ വിശദീകരിക്കാറുണ്ട്. അപ്പോഴങ്ങനെ ഒരു ജന്തുവിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്തുന്നത്, ആ വേർപെടലിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ വികാസത്തിൽ അധ്വാനത്തിന്, ലേബറിനുള്ള പങ്കെന്താണ് എന്ന ഒരു അന്വേഷണമാണ് ആ ലേഖനം എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ കൂട്ടായ്മ, അധ്വാനം എന്നിവ നിരാകരിക്കപ്പെടുന്നു. എന്റേത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ നിന്ദി, എന്റെ സമ്പത്താണ്, ഞാനത് സമ്പാദിച്ചത് എന്റെ ടെക്നോളജി വെച്ചിട്ടാണ്, എന്റെ സയൻസും ടെക്നോളജിയും വെച്ചിട്ടാണ്. ഇവിടെ ഡിനയൽ ഓഫ് എസെൻഷ്യൽ സോഷ്യൽ കോൺഷ്യസ്നസ്, സാമൂഹികമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള സാമൂഹിക ബോധത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിന് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു മാനവികത, അടിസ്ഥാന മാനവിക ബോധം, ഇന്നാ ഖലഖനാകും മിൻ സകരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ശ്രേഷ്ഠതയുടെ മാനദണ്ഡം ലിംഗപദവിയല്ല, ഗോത്രമല്ല, വംശമല്ല, കുലമല്ല എന്നൊരു പ്രഖ്യാപനം തന്നെ അവിടെ കാണുന്നുണ്ട്. അതിനപ്പുറം എല്ലാവരും സഹോദരങ്ങളാണ് എന്ന് പറയുന്ന, അവിടെ യഥാർത്ഥത്തിൽ മുതലാളിത്ത ക്യാപിറ്റലിസം അവകാശപ്പെടുന്ന സെൽഫ് മെയ്ഡ് ഇൻഡിവിജ്വൽ എന്ന ആശയം നിരാകരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ചല്ലാതൊരു ജീവിതമില്ല എന്ന് ഖുർആൻ വളരെ കണിശമായിട്ട് അങ്ങോട്ട് പറയാം. ഒരുമിച്ചല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നേ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള ആശയമാണ് യഥാർത്ഥത്തിൽ പറയുന്നതാണ്. ഈ പറയുന്ന ഡിനയൽ ഓഫ് സോഷ്യൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ ഒരു ഘടകം, അത് ധനവും പിന്നെ അതുപോലെ ഉത്പാദനവും ഒക്കെ ഒരു കലക്റ്റീവ് അച്ചീവ്മെന്റ് ആണ് എന്ന തിരിച്ചറിവാണ്. സമ്പത്തും ഉത്പാദനവും കൂട്ടായിട്ടുള്ള ഒരു നേട്ടമാണ് എന്നൊരു തിരിച്ചറിവ്. ആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള അവന്റെ സമ്പത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് സർക്കുലേറ്റിംഗ് ത്രൂ സൊസൈറ്റി, സമൂഹത്തിലുള്ള ആളുകൾ മുഴുവനും അംഗങ്ങളായി തീരുന്ന ഒരു ട്രസ്റ്റാണ് അവിടെ രൂപപ്പെടുന്നത് കാണും. സമ്പത്ത് ആരുടെയാണ്? അള്ളാഹുവിൻ്റെതാണ്. കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യരാണ്. ഏത് മനുഷ്യരാണ്? അവിടെ സോഷ്യൽ ആയിട്ടുള്ള പ്രയോഗമാണ്. ഇന്നയാളെന്നില്ല. നിങ്ങൾ ചെലവഴിക്കണം, അള്ളാഹു നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ചെലവഴിക്കേണ്ടത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ഒരാശയവും കൂടി അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ പരസ്പരമുള്ള വ്യവഹാരങ്ങളിൽ ആ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ ഒരിക്കലും തന്നെ അന്യായമായിട്ട് പരസ്പരം സമ്പത്ത് ഭക്ഷിക്കാൻ പാടില്ല. അത് വളരെ കണിശമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള ബോധം, നമ്മുടെ സോഷ്യാലിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു ബോധം, അത് ഖുർആൻ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ഒരു സഹാനുഭൂതി അല്ല, ഒരു സിമ്പതി അല്ല, അല്ലെങ്കിൽ ഒരു എമ്പതി പോലും അല്ല. അത് ശരിക്കും ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് കാണും. അതാണ് ഏറ്റവും അവസാനം ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാണ് ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അവൻ ശ്രേഷ്ഠനായ ഉന്നതനായ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, അള്ളാഹുവിനെ അംഗീകരിച്ചില്ല എന്നതോട് തൊട്ട് പറയുന്നത് വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അവൻ അഗതിയുടെ ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിച്ചുമില്ല. അഗതിയുടെ ആഹാരം തുആമു മിസ്കീൻ, അഗതിക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല. അഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, മേലിൽ അവൻ അഗതിയായി തുടരാതിരിക്കാൻ വേണ്ടി ഇവൻ ചെയ്യുന്ന പ്രയത്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തം പ്രയത്നം മാത്രമല്ല, അതിന്റെ സാമൂഹികമായ വ്യാപനവും. അതുകൊണ്ടാണ് വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ വിശുദ്ധ ഖുർആൻ അങ്ങനെ പ്രയോഗിക്കുന്നത് എന്ന് കാണേണ്ടതാണ്. അപ്പൊ എന്നിട്ട് അവനെ സംബന്ധിച്ച് പറയുന്നു ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ റിസ്ലീൻ, ഇവിടെ അവൻ ഉറ്റവരായിട്ട് ആരുമില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു. അവന്റെ അവലംബങ്ങളാണെന്ന് വിചാരിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അതോടൊപ്പം തന്നെ വലാ തുആമുൻ ഇല്ലാ മിൻ റിസ്ലീൻ, ദുർനീരല്ലാതെ ഭക്ഷിക്കാൻ അവരൊന്നും കിട്ടില്ല. കാരണം അവന് വേണ്ടാത്തത് ആളുകൾക്ക് എറിഞ്ഞു കൊടുത്തവൻ, അവന് വേണ്ടാത്തത് അവൻ ആളുകൾക്ക് എറിഞ്ഞു കൊടുത്തവനാണ്, എന്നിട്ട് ഔദാര്യം കാണിച്ചവനാണ്. അവന് പിന്നെ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള സാധനമല്ലാതെ മറ്റൊന്നും അവൻ ഇവിടെ എന്താണോ പ്രവർത്തിച്ചത് അതാണല്ലോ അവിടെ. വിശുദ്ധ ഖുർആൻ ഒരുപക്ഷെ നരകത്തെ കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു പര്യായ പദം
ഹുത്തമ. ഈ ഹുത്തമയെ സംബന്ധിച്ച് പറയുന്ന ചെറിയ സൂറ, അതെന്ന് പറഞ്ഞാൽ ഇടിച്ചുടച്ച് ഞെരിക്കുന്ന സ്ഥലം എന്നാണ്. അത് വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ അല്ലദീ ജമഅ മാലം വഅദ്ദദ. അതാണ് ആളുകളെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആക്ഷേപിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നാശം. അവരുണ്ടല്ലോ സമ്പത്ത് കൂട്ടിവെക്കുന്നു എന്നുള്ളതാണ്. സമ്പത്ത് കൂട്ടിവെക്കുന്നു. അല്ലദീ ജമഅ മാലം വഅദ്ദദ, എണ്ണി കണക്കാക്കിക്കൊണ്ടേയിരിക്കുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ, ഈ സമ്പത്ത് അവന് ശാശ്വതികത്വം നൽകും, അല്ലെങ്കിൽ സമ്പത്ത് എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവും എന്ന് അവൻ കരുതുന്നു. ആ ഒരു കരുതൽ നിമിത്തം ഈ ലോകത്ത് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആളുകൾ ഞെരുങ്ങുന്നു. ആ ഞെരുക്കം അവനവിടെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. കല്ലാലയുമ്പതന്ന ഫിൽ ഹുത്തമ എന്ന് പറഞ്ഞാൽ അർത്ഥം. അവിടെ ഇങ്ങനെ നമ്മുടെ മനോഭാവം എന്താണോ, നമ്മുടെ പ്രവൃത്തി എന്താണോ, അതിനനുസരിച്ചുള്ള അനുഭവം നമുക്കുണ്ടാവും എന്നുള്ളതാണ് കാര്യകാരണ ബന്ധത്തോടു കൂടി വിശുദ്ധ ഖുർആൻ പരലോകത്തെ സംബന്ധിച്ച് പറയുന്ന അതാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അതേസമയം ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റിയുടെ അഭാവത്തിൽ ക്യാപിറ്റലിസം എന്ത് ചെയ്യുന്നു? അത് മോറൽ അക്കൗണ്ടബിലിറ്റി, ഈ പറയുന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തെ ലീഗൽ സഫിഷ്യൻസി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലീഗൽ സഫിഷ്യൻസി നിയമപരമായിട്ട് അങ്ങനെയാണ്. നിയമത്തെ നീതിയെ സംബന്ധിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. അവിടെ അങ്ങനെ ആ ഒരു അതിന്റെ ഒരു മാതൃക തന്നെയാണ് ഈ ഷൈലോക്കും സ്ക്രൂജും ഒക്കെ എന്ന് കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ഷൈലോക്കിനെ നിയമം കൊണ്ട് തന്നെ പോർഷ്യ എന്ന് പറയുന്ന പെണ്ണാണ് അവസാനം നേരിടുന്നത്. അന്റോണിയോയുടെ തുടയിൽ നിന്നൊരു റാത്തല് മാംസം മുറിച്ചെടുക്കണമല്ലോ. അപ്പൊ പോർഷ്യ വേഷം മാറി ഒരാണായിട്ട് വന്നിട്ട് ഷൈലോക്കിനോട് പറയുന്നുണ്ട്, സംഗതി ശരിയാ, നിയമപ്രകാരം നിങ്ങൾക്ക് 1 പൗണ്ട് മാംസം മുറിച്ചെടുക്കാം, പക്ഷെ ചോര മണ്ണിൽ വീഴാൻ പാടില്ല, അത് നിയമമാണ്. അപ്പൊ അയാളുടെ നിയമവാദത്തെ നിയമം കൊണ്ട് നേരിടാൻ തയ്യാറായത് അതുകൊണ്ടാണ്. മറ്റു ധാർമ്മികതയും മറ്റു മാനവികതയും ഒന്നും അയാൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലീഗൽ സഫിഷ്യൻസിയെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ വിദ്വേഷിയോട് പോലും കാണിക്കേണ്ടത് നീതിയാണ്. നിയമത്തെക്കാൾ ഖുർആനിൽ പ്രാധാന്യമുള്ളത് നീതിക്കാണ്, അത് മൂല്യമാണ്. അതാണ് ലാ യജ്രിമന്നക്കും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. നിങ്ങളോട് ശത്രുത പുലർത്തുന്നവരോട്, നിങ്ങളോട് ഒരു ജനതക്കുള്ള ശത്രുത, ഒരു ജനതക്ക് നിങ്ങളോടുള്ള ശത്രുത അവരോട് അനീതി കാണിക്കാനുള്ള ന്യായമാക്കി മാറ്റരുതേ. ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ, നിങ്ങൾ നീതിയിൽ ഉറച്ചു നിൽക്കണം, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അപ്പോൾ ഇത് ഈ പറയുന്ന വലിയ തത്വങ്ങളുടെ മുഴുവൻ നിരാകരണമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ക്യാപിറ്റലിസത്തിൽ ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇന്ദി എന്ന ഒരൊറ്റ വാക്യത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു കഥ പറഞ്ഞതിന് ശേഷമാണ്, ആ ഒരു ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാപിറ്റലിസത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഖുർആനിക് ആർക്കിടൈപ്പുകൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം അസ്ഹാബു മദിയൻ തന്നെയാണ്. അത് ആർക്കിടൈപ്പ് ഓഫ് മാർക്കറ്റ് കറപ്ഷൻ എന്ന് നമുക്ക് പറയാം ധൈര്യമായിട്ട്. കമ്പോള അധാർമികതയുടെ ഒരു മാതൃകയാണ് മദിയൻ സമൂഹത്തെ സംബന്ധിച്ച്. വിശുദ്ധ ഖുർആൻ 2 സമൂഹങ്ങൾ ചേർത്തിട്ടാണ് പറയുന്നത്. അവരിലേക്ക് വന്നിട്ടുള്ള പ്രവാചകൻ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഷുഐബ് നബി അലൈഹി സ്വലാം അഭിമുഖീകരിച്ചത് 2 സമൂഹത്തെ, ഒന്ന് മദിയൻ, മറ്റൊന്ന് ഐക്ക. പക്ഷെ ഇത് രണ്ടിനെയും ചേർത്തിട്ട് ഖുർആൻ മദിയൻ തന്നെയാണ് പറയാം. കാരണം മദിയൻ കുറച്ചുകൂടി വലിയ സമൂഹമായിരുന്നിരിക്കണം. ഷുഐബ് നബി അലൈഹി സ്വലാമയാണെങ്കിൽ ആ സമൂഹത്തിൽ ഒരു അംഗവുമായിരിക്കണം. അതുകൊണ്ട് തന്നെ മദിയൻ എന്ന് പൊതുവായി പറഞ്ഞെടുത്ത് ഇത് രണ്ടും പെടും. 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഐക്ക എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളൂ. എന്നായിരുന്നാലും നമുക്കും അസാബു മദിയൻ എന്ന് തന്നെ പറയാം. ഈ അസാബു മദിയന്റെ ഒരു സ്വഭാവം എന്താണ്? നമ്മൾ മുത്തഫിഫീങ്ങളെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലുഹും വസനുഹും യുഖ്സിറൂൻ. അങ്ങ് ഇങ്ങോട്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ നിറച്ചും വാങ്ങും, അതേസമയം തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ കുറയ്ക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടി നടത്തുന്നവരാണ് മുത്തഫിഫീങ്ങൾ. വൈലുൽ മുത്തഫിഫീൻ. അങ്ങനെയുള്ള ആളുകൾക്ക്, കള്ളത്തൂക്കുകാർക്ക് നാശം, നരകം, അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതൊക്കെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട ബാധ്യതകളാണ്. ചിലപ്പോൾ ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹുവിനോട് നേർക്കുനേരെയുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ നമ്മുടെ തൗബ കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. കാരണം അത് പടച്ചോ നേർക്കുനേരെ വിട്ടുതരേണ്ട ഒരു സംഗതിയാണ്. മനുഷ്യന്മാരുടെ ഇടപാട് അങ്ങനെയല്ല. ഞാൻ ഒരാളോട് കാണിക്കുന്ന അധർമ്മം, ഒരാളോട് ചെയ്യുന്ന മോശമായ, ഒരാളോട് നടത്തുന്ന മോശമായ വർത്തമാനം, ഒരാളുമായി കാണിക്കുന്ന തെറ്റായിട്ടുള്ള വ്യവഹാരം, ഇതൊക്കെ അയാൾ തന്നെ എനിക്ക് പുറത്തു തരണം എന്നുള്ളതാണ്. അഥവാ ദുനിയാവിന് വെച്ച് പൊരുത്തപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവിടെ വിചാരണ നടക്കും. അവിടെ വിചാരണ നടക്കുമ്പോൾ ഈ ആളുകളൊക്കെ നമുക്ക് എതിരായിട്ട് വരുമ്പോൾ വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത കുറെ സൽക്കർമ്മങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മളെ കടക്കാർക്ക് എടുത്തങ്ങോട്ട് കൊടുക്കുകയാണ്.
അങ്ങനെയാണ്, അതങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ നന്മകൾ മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള തിന്മകളൊക്കെ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ അവസാനം അവരാണ് യഥാർത്ഥ ദരിദ്രം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു യഥാർത്ഥ ദരിദ്രം എന്ന് പറഞ്ഞാൽ അതാ, നല്ല ഒരുപാട് പ്രവൃത്തികൾ, അയാൾ വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ദാനം ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴിതാ കുറെ ആളുകൾ വന്നിട്ട് ഇവൻ ഇങ്ങനെയാക്കി എന്നോട് ഇന്ന മട്ടിലുള്ള അധർമ്മം പ്രവർത്തിച്ചു, അപ്പോഴിതാ ഇവന്റെ സൽക്കർമ്മങ്ങളൊക്കെ അയാൾക്ക് എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെ വളരെ പ്രതീകാത്മകമായിട്ടുള്ള വിവരണങ്ങളാണ്. അവസാനം ഇതൊക്കെ തീർന്നുപോയി. തീർന്നപ്പോഴും ഇവന്റെ ദുഷ്കർമ്മങ്ങൾ ബാക്കിയാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു പാപങ്ങൾ. ഇയാളുടെ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അവരിങ്ങനെ പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ വളരെ കണിശമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വൈലാ മദിയൻ അഖാഹും ഷുഐബ, അങ്ങനെ ആ മദിയൻ സമൂഹത്തിലേക്ക് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്നിട്ട് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടുടനെ പറയുന്നത് തൻഖുസുൽ മിക്യാൽ വൽ മീസാൻ, നിങ്ങൾ അളവുകളിലും തൂക്കങ്ങളിലും യാതൊരു തരത്തിലുള്ള കൃത്രിമത്വം ഉണ്ടാക്കരുത്, കറപ്റ്റ് ചെയ്യരുത്, അളവുകളെയും തൂക്കങ്ങളെയും കറപ്റ്റ് ചെയ്യരുത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സമൃദ്ധരാണ്. ഇന്നി അറാക്കും ബിൽ ഖൈർ, നിങ്ങൾ ഇപ്പൊ വളരെ സമൃദ്ധിയുള്ളവരാണ്, ആവശ്യത്തിനുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ എന്നാൽ ഞാൻ ഭയപ്പെടുന്നത്, നിങ്ങളിപ്പോ ഈ സമൃദ്ധിയിൽ ആറാടുക, എന്നാൽ പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധാർമികമായ മാർഗങ്ങൾ ചെലവഴിക്കുന്നത് വഴി ഞാൻ ഭയപ്പെടുന്നത് രക്ഷപ്പെടാൻ സാധിക്കാത്ത ശിക്ഷയിൽ നിങ്ങൾ അകപ്പെടുന്ന, അത്തരമൊരു ക്ലേശത്തിൽ നിങ്ങൾ അകപ്പെടും എന്ന് പറയാണ്. അപ്പൊ എന്നിട്ട് വീണ്ടും പറയാണ്, ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ എന്താണോ ബാക്കിയാവുന്നത് അതാണ് ഖൈർ. നിങ്ങൾ നന്മ പ്രവർത്തിച്ചിട്ട് ബാക്കിയാവുന്നത് കിട്ടിയാൽ മതി. അപ്പൊ നന്മ പ്രവർത്തിച്ചിട്ട് ബാക്കിയാവുന്നത് കിട്ടിയാൽ മതി. അതാണ് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചത്. അതാണ് ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള. നിങ്ങൾ കാണിക്കുന്ന വിപണിയിലെ നെറികേടുകൾ, വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, നിങ്ങളുടെ സ്കെയിലുകളും തുലാസുകളും ഒക്കെ നീതിപൂർവകമായിട്ട് ശരിയാക്കുക. വലാ തബ്ഖസുന്നാസ അശിയാഅഹും, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിലോ അവരുടെ വിഭവങ്ങളിലോ അവരുടെ സമ്പത്തിലോ ഒരൽപ്പം പോലും, ഒരണുമണിത്തൂക്കം പോലും നഷ്ടമുണ്ടാക്കരുത്. വിശുദ്ധ ഖുർആൻ പറയാണ്. എന്നിട്ട് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ഫസാദ്. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത്, വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ ഫസാദിന്റെ ആളുകളായിട്ട് വിഹരിക്കരുത്. ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമി വളരെ മനോഹരമാണെന്നിരിക്കെ നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. ഈ മനോഹാരിത എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാ മനുഷ്യരെയും ഓർമ്മിക്കണം, ചുറ്റുപാടുമുള്ളവരെ. അതാണ് ഈ എസെൻഷ്യൽ സോഷ്യൽ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ. അതാണ് ആ ഒരു കോൺഷ്യസ്നസ് നമ്മളിൽ ഉണ്ടാക്കാനാണ് വിശുദ്ധ ഖുർആൻ പ്രവർത്തിക്കുന്നത് എന്ന് ഉത്ബോധിപ്പിക്കുന്നത് എന്ന് കാണണം. അപ്പൊ ഇതിനെതിരായിട്ടുള്ള പല വാദങ്ങൾ ഇവർക്കിടയിൽ മാർക്കറ്റ് കറപ്ഷൻ ഉണ്ടായി, അങ്ങനെ മത്സരം ഉണ്ടായി, അങ്ങനെ ഒരു മല രൂപപ്പെട്ടു. പിന്നെ ആ മല ആണ് പ്രവാചകന്മാരെയൊക്കെ നേരിടുന്നത്, ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് സംവദിക്കുന്നത് എന്നൊക്കെ കാണാം ഖുർആനിൽ. അവര് ഇതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നാട്ടുകാരോട് പറയുന്നുണ്ട്, ഷുഐബ് പറയുന്നതും കേട്ട് നടന്നാൽ നിങ്ങൾക്ക് നഷ്ടം വരുവേ. ഷുഐബ് പറയുന്നതും കേട്ട് നടന്നാൽ കച്ചവടം പൂട്ടിപ്പോകും. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈവിൾ അതിനെ പ്രാവർത്തികമാക്കുന്നിടത്ത് നമ്മൾ പറയുന്ന ന്യായ പൂട്ടിപ്പോയില്ലേ കച്ചവടം. 1 രൂപ കൂടുതൽ കിട്ടിയിട്ട്, അല്ലെങ്കിൽ ആ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്ന 1 രൂപ ഒഴിവാക്കിയിട്ട് പൂട്ടുന്ന കച്ചവടമാണ്, അങ്ങോട്ട് പൂട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോഴുണ്ടല്ലോ അതിലൊരു നന്മ. പിന്നെ മാത്രവുമല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ധാർമ്മികവും ആത്മീയവുമായ കുറെ വർത്തമാനങ്ങളുണ്ട്. ബാത്തിലിന്റെ 1 വാതിൽ അടക്കുമ്പോൾ ഹക്കിന്റെ 9 വാതിൽ പടച്ചോ തുറക്കുന്നതാണ്. ബാത്തിലിന്റെ 1 വാതിൽ നിങ്ങൾ അടച്ചാൽ ഹക്കിന്റെ 9 വാതിൽ പടച്ചോ തുറക്കുന്നതാണ്. ഇതിന് നമുക്ക് വിശ്വാസം പോരാത്തത് കൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ അവലംബിക്കാത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട പ്രശ്നവും കൂടിയാണത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. എന്നാൽ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ കൗമിന്റെ, അല്ലെങ്കിൽ ഈ മദിയൻ നിവാസികളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞാണ്, യാ ഷുഐബ് അസ്സലാത്തുക തൗമുറുക നസ്റുക മാ യഅബുദു ആബാഉന, നിന്റെ സലാത്താണോ ഇമാതിരി വർത്തമാനങ്ങളൊക്കെ നിന്നെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ പരമ്പരയാ പിന്തുടർന്ന് വന്നിട്ടുള്ള മതരീതികൾ, ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ള ദൈവങ്ങൾ, ഇതിനെയെല്ലാം ഉപേക്ഷിക്കണമെന്ന് ഔ അൻ നഫഅല ഫീ അംവാലിനാ മാ നശാഉ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് നിന്നെ പഠിപ്പിക്കുന്നത് അതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ വർത്തമാനം തന്നെയാണ് നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ലേസേ ഫെയർ ക്യാപിറ്റലിസത്തിന്. ലേസേ ഫെയർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാലും അതിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നു, അതിലൊരു നിയമവും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്.
സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് സാമൂഹികമായ വശങ്ങളൊക്കെ പറയുന്നുണ്ട്. വികസനം ഉണ്ടായാൽ കുറെ നല്ല റോഡ് ഉണ്ടാകും, നല്ല എയർപോർട്ട് ഉണ്ടാകും, നല്ല വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവും, മാളുകൾ ഉണ്ടാവും മനുഷ്യന്മാർക്ക്. പക്ഷെ അടുത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ വിഷയത്തിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്വതന്ത്രരാണ് എന്നാണ് പറയാ. ഈ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ എന്നൊക്കെയാണല്ലോ പറയാം. ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ. ഈ ലിബറലൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ സ്വതന്ത്രരാണ്. ഈ അവശ്യ മരുന്നുകളുടെ വിലവർധനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഡോക്യുമെന്ററിയിൽ അതിന് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ വാങ്ങാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നാണ്. വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്. അവശ്യ മരുന്നുകൾ വാങ്ങാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഫ്രീഡം ടു ഡൈ. അത് മരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാതെ വേറൊന്നുമല്ല. അതുപോലെ തന്നെ അവശ്യ മരുന്നുകൾ, ഇനി അവശ്യ സാധനങ്ങൾ, നമുക്ക് വിശപ്പടക്കാനുള്ള സാധനങ്ങൾക്ക് വില കൂട്ടുകയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണേ വാങ്ങിയാൽ മതി. മാത്രമല്ല റേഷനിങ്, സബ്സിഡി, ഇതൊക്കെ ക്രമപ്രവൃത്തമായിട്ട് കുറച്ച് ഇല്ലാതാക്കുക. അപ്പൊ ആളുകളുടെ പർച്ചേസിംഗ് പവർ ഉണ്ടാവില്ല, ആ കപ്പാസിറ്റി കുറയും. ആളുകൾക്ക് വാങ്ങണമെന്ന് വിചാരിച്ചാലും പറ്റില്ല. വാങ്ങാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീഡം ടു സ്റ്റാർവ്, പട്ടിണി കിടക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതിനെയാണോ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുക? എന്തായിരുന്നാലും ഈ അർത്ഥത്തിലുള്ള വ്യാപകമായ മാർക്കറ്റ് കറപ്ഷൻ ആധുനിക ലോകവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ ശരിയായി പഠിച്ച് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തുവാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.